ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായമാണ് ഇന്നത്തെ ചിന്താവിഷയം. 17-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താവ് കെദ്രോൻ തോടിനക്കരെ ഗെത്സെമനായിയുടെ ഭാഗത്തേക്ക് പോകുന്നതും യേശു ബന്ധിക്കപ്പെടുന്നതുമായ ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. ഈ കെദ്രോൻ തോട് യെരുശലേമിന് കിഴക്ക് അഗാധമായൊരു താഴ്വരയാണ്. യഹോശാഫാത്ത് താഴ്വര എന്ന് ബൈബിളിൽ പറയുന്ന ഭാഗം ഇതുതന്നെയാണ്. മറ്റ് 3 സുവിശേഷങ്ങളിലെ പോലെ യേശുവിൻ്റെ ഗെത്സെമനായിലെ പ്രാർത്ഥന ഈ സുവിശേഷത്തിൽ കാണുന്നില്ല. മറ്റ് സുവിശേഷങ്ങളിലൊക്കെ അത് ഇതുകൊണ്ട് ആവർത്തിക്കപ്പെടാത്തതായിരിക്കാം. അപ്പോൾ കർത്താവ് അതിനുശേഷം സ്വയമായി പിടിക്കപ്പെടുവാൻ പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ആ സമയത്ത് യൂദാസ് ഇസ്കറിയോത്തയുടെ ആ നേതൃത്വത്തിൽ യേശുക്രിസ്തുവിനെ പിടിക്കാൻ വേണ്ടി അവർ വരുന്നു. അപ്പോൾ ആ സമയത്ത് കർത്താവ് വളരെ നിർഭയനായി അവരുടെ മുന്നിലേക്ക് പോകുന്നതും യൂദാസ് ചുമനം കൊണ്ട് യേശുവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. യേശുവിനെ അവിടെ നേതാക്കൾക്കൊക്കെ കുറച്ചു പേർക്കറിയാമെങ്കിലും പടയാളികൾക്കറിഞ്ഞുകൂടാ. പടയാളികൾക്കറിയാൻ മേലാത്തതുകൊണ്ടാണ് യൂദാസ് ഇസ്കറിയോത്ത ചുമനം കൊണ്ട് യേശുവിനെ കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ഇവിടെ കർത്താവ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? ഇത് ഇന്നും കർത്താവ് നമ്മളോട് ചോദിക്കുന്നതായിട്ട് നമുക്ക് ധ്യാനിക്കാൻ പറ്റും. നമ്മൾ ആരെയാണ് അന്വേഷിക്കുന്നത്? നമ്മൾ അന്വേഷിക്കുന്നത് മരിച്ചുയർത്ത കർത്താവിനെയാണോ, അതോ നമുക്ക് കാര്യങ്ങൾ സാധിച്ചിരുന്നൊരു കർത്താവിനെയാണോ? നമുക്ക് വേണ്ടി മരിച്ചുയർത്ത് ഇന്ന് ദൈവസന്നിധിയിൽ മധ്യസ്ഥ അണയ്ക്കുന്ന ആ സ്നേഹവാനായ ദൈവത്തെയാണോ നാം അന്വേഷിക്കുക, അതോ നമ്മുടെ ചില കാര്യങ്ങൾ നടത്തി തരുന്ന ദൈവത്തെയാണോ? പലപ്പോഴും ദൈവത്തെയോടുള്ള നമ്മുടെ അന്വേഷണം, അതിന് പിന്നിൽ പലപ്പോഴും ഒരു സ്വാർത്ഥത ഉണ്ടായി പോകുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി കർത്താവിനോട് ചേർന്നിരിക്കുന്ന, ആ സാന്നിധ്യം അനുഭവിക്കുന്ന, ആ വലിയ സന്തോഷപ്രദമായ അവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുക. നമ്മൾ വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരവസ്ഥയിലേക്കാണ് നമ്മൾ വരുന്നത്. ആ സന്തോഷമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എന്തായിരുന്നാലും യേശു ഇവിടെ പിടിക്കപ്പെടുന്നതായി നമ്മൾ കാണുന്നു. ഇത് മറ്റ് സുവിശേഷങ്ങളിലൊക്കെ നമ്മൾ ആവർത്തിച്ച് ചിന്തിച്ചിട്ടുള്ളത് കൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി ഇനി വിസ്തീർണം ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇവിടെ യേശുമ്പരാൻ അവർ വന്ന് പിടിക്കുമ്പോൾ പത്രോസ് വാളെടുത്ത് മറ്റ് സുവിശേഷങ്ങളിൽ ശിഷ്യന്മാരൊഴിവെന്ന് പറയുമ്പോൾ ഇവിടെ ആ പ്രവൃത്തി ചെയ്തത് പത്രോസ്ലീഹ ആണെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ആ വിട്ടുകൊണ്ട മനുഷ്യന്റെ പടയാളുടെ പേരും പറയുന്നുണ്ട്, മൽക്കോസ് എന്നാണെന്ന്. യേശു അവന്റെ കാത് സൗഖ്യമാക്കുകയും പത്രോസിനോട് വാള് ഉറയിലിടാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് കർത്താവ് സ്വയം ഈ മരണത്തിന് കീഴ്പ്പെടുകയാണ് എന്നുള്ളത് വാള് മാറ്റാൻ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ കർമ്മമെന്ന് കർത്താവിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. പിതാവ് കൽപ്പിച്ച ആ പാനപാത്രം ഞാൻ മനസ്സോടെ കുടിക്കുകയാണ്. ഞാൻ രക്ഷപ്പെടാൻ വന്നവനല്ല, രക്ഷിക്കാൻ വേണ്ടി വന്നവനാണ്. കർത്താവിൻ്റെ ദൗത്യം അതാണ്, മാനവജാതിയെ മുഴുവൻ രക്ഷിക്കുക, അല്ലാതെ താൻ സ്വയം രക്ഷപ്പെടാൻ വന്നവനല്ലല്ലോ. അതുകൊണ്ട് കർത്താവ് തന്നെ അതിനുവേണ്ടി ഒരുക്കി, അതിന് ധൈര്യത്തോടെ പൂർണ്ണ മനുഷ്യനെന്ന രീതിയിൽ ആ വേദനകളൊക്കെ കർത്താവിന് മനസ്സിലാക്കാൻ പറ്റും. എങ്കിൽ പോലും ഇതൊക്കെ സഹിച്ചുകൊണ്ട് അതിനുവേണ്ടി കർത്താവ് ഇവിടെ തയ്യാറാവുകയാണ്. യേശുവിനെ അവർ പിടിച്ച് ബന്ധിച്ചതായി നമ്മൾ കാണുന്നു.
അവരുടെ കുഷ്ഠരോഗികളെ, അന്ധന്മാരെ ഒക്കെ സുഖപ്പെടുത്തിയവനായ കർത്താവിൻ്റെ കരം, അപ്പം നുറുക്കിക്കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തിയതായ കർത്താവിൻ്റെ കരം, അവരുടെ കുഞ്ഞുങ്ങളെ അടുത്തു കൊണ്ടുവന്നപ്പോൾ അവരെ സ്നേഹിച്ച് അനുഗ്രഹിച്ചതായ കരം, ഇപ്പോൾ തന്നെ തന്നെ പിടിക്കാൻ വന്ന ചേവകൻ്റെ ആ ചെവി സൗഖ്യമാക്കി കൊടുത്ത കർത്താവിൻ്റെ കരമാണ് അവർ ബന്ധിക്കുന്നത്. നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്ന പൈശാചികമായ സ്വഭാവമാണ് ഇവിടെ കാണുന്നത്. പലപ്പോഴും നമ്മിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവാറില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നന്മയ്ക്ക് പകരം തിന്മ ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന മനോഭാവം അത് പൈശാചികമാണ്. അങ്ങനെ യേശുവിനെ ബന്ധിച്ച് അവരാദ്യം ഹന്നാൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നു. അവിടുന്ന് പിന്നെ കയ്യാഫാവിൻ്റെ അടുത്തേക്ക് അയക്കുന്നു. കയ്യാഫാവാണ് നേരത്തെ പറഞ്ഞത്, അനേകർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ ആളിൻ്റെ അടുത്തേക്കൊക്കെ കർത്താവിനോട് അയക്കപ്പെടുന്നുണ്ട്. അവിടെയെല്ലാം കർത്താവ് താൻ ആ മരണത്തിന് തന്നെ വിധേയമാക്കി കൊടുക്കുന്നു. കർത്താവിനെ മേൽ കുറ്റം ആരോപിക്കുമ്പോൾ അവരുടെ നിയമം അനുസരിച്ച് ഒരു സാക്ഷിയുടെ ഇതില്ലാതുകൊണ്ട് കർത്താവിനെ ആരെയും വിധിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ കർത്താവ്, ഞാൻ ഇതുവരെ എല്ലാം പരസ്യമായിട്ടല്ലേ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ മഹാപുരോഹിതങ്ങളെ സംസാരിച്ചു എന്നൊക്കെ ചോദിച്ച് യേശുവിനെ അവിടെ അടിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം കർത്താവിനെ അവരെ അകത്തളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ രണ്ട് ശിഷ്യന്മാർ കർത്താവിനെ അനുഗമിക്കുന്നതായി കാണുന്നുണ്ട്. അതിൽ ഒന്ന് പത്രോസ്ലീഹായിരുന്നു എന്ന് പറയുന്നു. മറ്റേ ശിഷ്യൻ്റെ പേര് പറയുന്നില്ല. അത് യോഹന്നാനാണെന്നാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. അവർക്ക് അന്നത്തെ ആ രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ ആ രാജകൊട്ടാരവുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്ന ശിഷ്യനായിരുന്നു. അവൻ ശുപാർശ ചെയ്താണ് പത്രോസിനെ അകത്ത് കയറ്റുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ യോഹന്നാൻ അവരുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ആളാണെന്നും അതല്ല കർത്താവിനെ അനുഗമിച്ചവരിൽ ഒരാൾക്ക് അവരോടുള്ള പരിചയമായിരുന്നു ഒക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വേദപണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. എന്തായിരുന്നാലും അവിടെ പത്രോസ്ലീഹ പ്രവേശിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പത്രോസിനെ എപ്പോഴും ഭയത്തോടെ കർത്താവിനെ തള്ളിപ്പറഞ്ഞ ഒരു മനുഷ്യനായിട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ വാസ്തവത്തിൽ പത്രോസ് ഒരു വലിയ നല്ല ധൈര്യവാനല്ലേ എന്ന് ചിന്തിക്കേണ്ടതാണ്. കാരണം കൂടെ വന്ന പടയാളിയെ വെട്ടിയ ആളാണ് ഈ പത്രോസ്ലീഹ. അകത്ത് ചെല്ലുമ്പോൾ അവർക്കൊക്കെ അവനെ തിരിച്ചറിയാൻ സാധ്യതയുണ്ട്. മറ്റ് ശിഷ്യന്മാരുടെ എല്ലാവരും അവർ അന്നേരം ആ സ്ഥലത്തു നിന്ന് അവർ ഓടി മറിഞ്ഞു കളഞ്ഞു. അപ്പം യോഹന്നാൻ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കപ്പെട്ട ശിഷ്യൻ കൂടെ ഈ പത്രോസ്ലീഹായും, പത്രോസിന് അവൻ്റേതായ ബലഹീനതകളുണ്ട്. യേശുവിനെ അങ്ങ് തള്ളിപ്പറയൊക്കെ ചെയ്ത് ബലഹീനതകളുണ്ട്. പെട്ടെന്ന് വാളെടുത്ത് വെട്ടുന്ന സ്വഭാവമുണ്ട്. പക്ഷെ അവൻ വലിയ ധൈര്യശാലിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കർത്താവ് പിടിക്കുമ്പോൾ ഇതൊക്കെ കുറച്ച് അകലെയാണെങ്കിലും ഇതെല്ലാം എന്താ സംഭവിക്കുന്ന അറിയാൻ വേണ്ടി കർത്താവിനോടുള്ള സ്നേഹമുള്ളതോടാണല്ലോ ഇപ്പോഴും അവിടെ നിൽക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ശത്രുവിൻ്റെ ആ പാളയത്തിലേക്ക് അല്ലെങ്കിൽ അവരെ ഇവനെ പിടിക്കാൻ സാധ്യതയുണ്ടെന്നറിയാം. തള്ളിപ്പറയുന്നുണ്ട്. എന്നാൽ പോലും പത്രോസിന് ആ സമയത്തുണ്ടായ യേശുവിനോടുള്ള സ്നേഹം നമ്മൾ ഒന്ന് തിരിച്ചറിയേണ്ടതാണ്. ഇനിയും അതിനുശേഷം പീലാത്തോസിൻ്റെ അടുത്തേക്കുള്ളതായ വിസ്താരം. ഇവിടെ പീലാത്തോസിൻ്റെ ഭാര്യയുടെ സ്വപ്നമോ പീലാത്തോസ് കൈ കഴുകുന്ന കാര്യമോ ഹെറോദേസിൻ്റെ അടുക്കിലേക്ക് അയക്കുന്ന കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല. യഹൂദന്മാരെ പ്രേത്തോർ എന്ന് പറഞ്ഞാൽ അകത്തളം അവിടെ പ്രവേശിച്ചില്ല. അന്നത്തെ ദിവസം
ആണ് അന്ന് സന്ധ്യയ്ക്കാണ് അവരുടെ പെസഹ ആരംഭിക്കാൻ പോകുന്നത്. മറ്റ് സുവിശേഷങ്ങളിൽ നമ്മൾ നേരത്തെ ഒന്ന് ചിന്തിച്ചതാണ്. സമവീക്ഷണ സുവിശേഷങ്ങളിൽ വിശുദ്ധ മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ പെസഹായുടെ പിറ്റേ ദിവസമാണ് യേശു ക്രൂശിക്കപ്പെടുന്നത്. പെസഹ പെരുന്നാളിൻ്റെ അതേ ദിവസം തന്നെ കർത്താവ് പെസഹ ആഘോഷിക്കുകയും അന്ന് രാത്രി കർത്താവ് പിടിക്കപ്പെടുകയും പിറ്റേ ദിവസം ക്രൂശിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുക. യേശു ക്രൂശിക്കപ്പെട്ട അന്നാണ് യഥാർത്ഥ പെസഹ ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. യഥാർത്ഥ പെസഹായുടെ നീണ്ടുനിൽക്കുന്ന ഒരാഴ്ചത്തെ ആ ദിവസങ്ങളിൽ ജാതികളുടെ ആയ സ്ഥലങ്ങളിലോ അങ്ങനെയുള്ള അവരുമായ ബന്ധമോ ഒന്നും യഹൂദന്മാർ ഉണ്ടാവുകയില്ല. അവർ അവരെ തന്നെ വിശദീകരിക്കുന്ന ആയ ദിവസമാണ്. അതുകൊണ്ടാണ് അവർ അകത്തളത്തിൽ പ്രവേശിച്ചില്ല എന്നിവിടെ പറയുന്നത്. അന്ന് സന്ധ്യ മുതൽ പെസഹ ആചരിക്കാൻ പോകുന്നത് കൊണ്ടാണ്. മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇത് വ്യത്യസ്തമായി വരാൻ കാരണം യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ലക്ഷ്യം ഇതിനു മുമ്പ് നടന്ന എല്ലാ പെസഹ കുഞ്ഞാടിൻ്റെയും എല്ലാ പെസഹ തിരുനാളിൻ്റെയും പൂർത്തീകരണം ക്രിസ്തുവിൽ സംഭവിക്കുന്നു എന്നുള്ള ചിന്തയാണ്. അതായത് എല്ലാ ഭവനങ്ങളിലും പെസഹ കുഞ്ഞാട് അറുക്കപ്പെടേണ്ട സമയത്ത് യേശു കാൽവറിയിൽ യാഗമാവുകയാണ്. ഇതിനു മുമ്പ് അറുക്കപ്പെട്ട എല്ലാ നിഷ്കളങ്കമായ കുഞ്ഞാടും യഥാർത്ഥ കുഞ്ഞാടായ യേശുവിൻ്റെ നിഴലായിരുന്നെന്നും അതുകൊണ്ട് ആ കുഞ്ഞാടൊക്കെ അറുക്കപ്പെടുന്ന സമയത്ത് കർത്താവ് ക്രൂശിൽ മരിക്കുന്നു എന്നുള്ളതാണ് യോഹന്നാന്റെ സുവിശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതായിരിക്കണം കുറച്ചുകൂടി വ്യക്തതയുള്ളത്. കാരണം കർത്താവിനോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നടന്ന ശിഷ്യനാണ് യോഹന്നാൻ. അപ്പം അദ്ദേഹത്തിനായിരിക്കണം കൂടുതൽ ഇത് 35-40 വർഷം. യോഹന്നാനെ സംബന്ധിച്ചോളം 60-70 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് എഴുതുന്നത്, ഈ സംഭവം നടന്നതിന് ശേഷം. പക്ഷേ അതൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ സാധ്യതയുള്ളത് യോഹന്നാൻ ശ്ലീഹ ആയിരിക്കണം. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ആണ് കൂടുതൽ വ്യക്തത എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അവര് പിലാത്തോസ് ചോദിക്കുന്നുണ്ട്, കുറ്റമില്ലാത്ത രക്തത്തെ എന്തിനാണ് നിങ്ങൾ കൊല്ലുന്നത്? പിലാത്തോസിന്റെ അടുത്ത് അവർ യേശുവിനെ കൊണ്ടുവന്നപ്പോൾ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. നേരത്തെ അവർ യേശുവിനെ ചുമത്തിയിരുന്ന ദൈവദൂഷണമല്ല ഇപ്പോൾ പറയുന്നത്, രാജദ്രോഹ കുറ്റമാണ്. രാജാവിനെതിരായിട്ട് അല്ലെങ്കിൽ രാജ്യത്തിനെതിരായിട്ട് അവൻ സംസാരിച്ചു എന്നുള്ളതാണ്. ദൈവദൂഷണം പറഞ്ഞു എന്നുള്ളത് വിജാതികൾക്ക് അതൊരു പ്രശ്നമാകാൻ സാധ്യതയില്ലല്ലോ. അതുകൊണ്ട് അവരെ അതൊക്കെ മാറ്റിയിട്ട് യേശു ചെയ്യാത്ത കുറ്റം ഇവിടെ അവൻ്റെ മേൽ ചുമത്തി അവനെ എങ്ങനെയെങ്കിലും ക്രൂശിക്കണം എന്നുള്ള ഒരു ചിന്തയോടെ അവർ അവിടെ പ്രവർത്തിക്കുന്നതായി കാണാൻ പറ്റും. എൻ്റെ ആശയത്തോട് യോജിക്കാത്തവൻ മനസ്സുകൊണ്ട് ഞാൻ വെറുക്കുന്നവൻ നശിക്കണമെന്നുള്ള ആ പൈശാചികമായ ചിന്ത ഇവിടെ പ്രാവർത്തികമാവുകയാണ്. അപ്പോൾ യേശു പിലാത്തോസ് ചോദ്യം ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല. താൻ രാജാവ്, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചതിന് എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞു. യേശു രാജാവാണ്, പക്ഷെ തൻ്റെ രാജ്യത്തും ഐഹികമല്ല. താൻ സ്വന്തം മനസ്സാൽ ബന്ധനത്തിന് വഴിപ്പെട്ടതാണ്. പിന്നെ രാജാവാകുന്നു എന്നുള്ള ആവർത്തിച്ചുള്ള ചോദ്യത്തിന് കർത്താവിൻ്റെ മറുപടി പീലാത്തോസിനെ അല്പം ഇത് കുഴക്കി. ഞാൻ രാജാവാണെന്ന് അങ്ങ് തന്നെ പറഞ്ഞല്ലോ. അതെ, സത്യത്തിൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള സത്യമായ അറിവ് ലോകത്തിന് നൽകുന്ന രാജാവാണ് നമ്മുടെ കർത്താവ്. ഇന്ന് പരിശുദ്ധാത്മാവായി ആ സത്യത്തിൽ നമ്മളെ ഭൂമിയിൽ വഴി നടത്തുന്നുമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ദൈവവചനം. ഇത് കർത്താവ് തന്നെ നമ്മളോട് സംസാരിക്കുന്നതാണ്. ആ രീതിയിൽ ഈ വചനത്തെ കാണുവാനും വായിക്കുവാനും ധ്യാനിക്കുവാനും നമുക്കിടയായി തീരട്ടെ. കർത്താവ് എന്നെയും നിങ്ങളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി
ഏറ്റതായ കഷ്ടാനുഭവത്തെ മനസ്സിൽ ധ്യാനിച്ച് ആ ക്രൂശിൻ്റെ ചുവട്ടിൽ നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കുവാൻ ഈ ദിവസം ഇടയാവട്ടെ. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.